പത്തനംതിട്ടയിൽ ആവേശകരമായ കൊട്ടിക്കലാശം. 3 മുന്നണി സ്ഥാനാർത്ഥികളും നേർക്കുനേർ എത്തിയപ്പോൾ പ്രവർത്തകരും ആവേശഭരിതരായി. പത്തനംതിട്ട നഗരത്തിലെ അബാൻ ജംഗ്ഷനിലായിരുന്നു കൊട്ടിക്കലാശം. 4 കൂടിയ ജംഗ്ഷനിൽ UDF-നും LDF-നും NDA-ക്കും സ്വതന്ത്രർക്കും കൊട്ടിക്കലാശത്തിനായി പ്രത്യേക ഇടം അനുവദിച്ചിരുന്നു. UDF പ്രവർത്തകരാണ് ആദ്യം കൊട്ടിക്കലാശത്തിന് എത്തിയത്. പിന്നീട് LDF പ്രവർത്തകരും ഒടുവിൽ NDA പ്രവർത്തകരും എത്തി. കൊടിതോരണങ്ങളും പടക്കം പൊട്ടിക്കലുമൊക്കെയായി 3 മുന്നണികളും മുഖാമുഖം നിന്നു. പ്രചാരണ വാഹനം പാർക്ക് ചെയ്തതിന്റെ പേരിൽ UDF LDF പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം നടന്നു. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരുന്നു. പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി. LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കാണ് ആദ്യം കൊട്ടിക്കലാശത്തിനെത്തിയത്. മന്ത്രി വീണ ജോർജും തോമസ് ഐസക്കിനൊപ്പം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. പിന്നീട് UDF സ്ഥാനാർത്ഥി ആന്റണി പ്രവർത്തകരോടൊപ്പം എത്തി. NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും പ്രവർത്തകരോടൊപ്പം എത്തി. സ്ഥാനാർത്ഥികളെത്തിയതോടെ കൊട്ടിക്കലാശം ഏറെ ആവേശത്തിലായി. കൃത്യം 6 മണിക്ക് കൊട്ടിക്കലാശം അവസാനിച്ചു. റിപ്പോർട്ടർ, പത്തനംതിട്ട.